നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘയാണ് മരിച്ചത്. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടത്ത് വീട്ടുപറമ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. കോഴിക്കാട് കൊല്ലംപറമ്പിൽ അശോകന്റെ പറമ്പിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. MDMAയുമായി സ്കൂബ ഡൈവർ പോലീസ് പിടിയിൽ. ചേർപ്പ് പെരുമ്പിളിശ്ശേരി വള്ളിയിൽ ശ്യാമിനെയാണ് പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. രഹസ്യവിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്നാരോപിച്ച് യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്തെത്തി. രഹസ്യവിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്നാരോപിച്ച് യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ മാസം 9-ന് മാതൃസഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഒല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യവിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുൻപ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ വിവാഹം നടന്നതായി കണ്ടെത്തി. മുൻപ് ആനന്ദ് വിവാഹാലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണം നിശ്ചയവും നടത്തി. തുടർന്ന് യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. അസഭ്യവർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്കായി റഫർ ചെയ്യുകയായിരുന്നു. അനഘയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പുതുക്കാട് SHO V സജീഷ് കുമാർ അറിയിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടത്ത് വീട്ടുപറമ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. കോഴിക്കാട് കൊല്ലംപറമ്പിൽ അശോകന്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിക്ക് അസാധാരണമായ ശബ്ദം കേട്ട് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റിവരിഞ്ഞ നിലയിൽ പാമ്പിനെ കണ്ടെത്തിയത്. ഉടൻ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. സത്വ റെസ്ക്യൂ അംഗം ബിബീഷിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി. പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. കർഷക സംഘം മാള ഏരിയ കൺവെൻഷൻ നടന്നു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഈ ആത്മഹത്യക്ക് ഇടയാക്കുന്ന കാരണം എന്ത്? ജീവിച്ചു കൊതി തീർന്നത് കൊണ്ടല്ല മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്, കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് വരവും ചെലവും തമ്മിൽ പൊരുത്തപ്പെടുത്താനാവാത്ത വിധത്തിൽ ഓരോ വർഷവും കൃഷി കടന്നു പോകുമ്പോൾ ആ കൃഷിക്കാരന് കടബാധ്യതകളുടെ കണക്കുകൾ മാത്രമാണ് അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ട മനുഷ്യൻ, കൃഷിക്കാരൻ ആത്മഹത്യയെ അഭയം തേടുന്ന ഒരു കാലത്താണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഗവൺമെന്റിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. ഏരിയ പ്രസിഡന്റ് K അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ്, CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ്, മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേത്ര ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു.
കേരള വായനശാല സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിർത്തിങ്ങാറ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ജൈവശൈലി രോഗങ്ങൾ പിടിപെടുന്ന ഈ കാലത്ത് ഒട്ടനവധി മേഖലകളിലേക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയും അതേപോലെ തന്നെ അകലങ്ങളിലേക്ക് പോയി കണ്ണ് പരിശോധിക്കുകയോ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ പരിസരത്ത് തന്നെ വിരൽത്തുമ്പിൽ തന്നെ നമുക്കത് ചെയ്ത് കിട്ടാനുള്ള ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ ഉപകാരപ്രദമായ ഈ രംഗത്ത് നമുക്ക് വലിയപറമ്പിൻ്റെ ഏറ്റവും കണ്ണത്ത സ്ഥലത്ത് തന്നെ 4 വാർഡ് സംയുക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് RVLP സ്കൂൾ. വായനശാല പ്രസിഡന്റ് PK രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. സിനി ബെന്നി, അമ്പിളി സജീവ്, PJ ജലീൽ, ജോണി വടക്കൻ, KN മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മത്സരിക്കുന്ന 2 മുന്നണികൾക്കും തീരെ പ്രസക്തിയില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് പിന്നെ ഈ പുത്തഞ്ചരക്കാര് വെറുതെ അവരുടെ നല്ലൊരു വോട്ടവകാശം വിനിയോഗിച്ച് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇനി ഏത് കാലത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇന്ത്യയിൽ ഭരണമെന്ന് പറയുന്ന ഒരു തട്ടകത്തിലേക്ക് വരാൻ പോകുന്നത്? അവർ വല്ലാതെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊട്ടിക്കൊഴിച്ച് കൊണ്ടുനടന്നത്. കണ്ടിട്ടില്ലേ നമ്മൾ? എല്ലാം മുള്ള്, മുരട്, മൂർഖൻ പാമ്പില്ല അതിനകത്ത്. മുള്ള്, മുരട്, നീർക്കോലി, അട്ട, തേരട്ട, പഴുതാര, അങ്ങനെ എല്ലാ സാധനങ്ങളെയും കൂട്ടി ഇണക്കി പിടിച്ച് കൊണ്ടുവന്ന് ദേ വരുന്നു. അവർക്ക് ജയിക്കാനല്ല, അവർക്കാണ് ജയിക്കുന്ന ആഗ്രഹമൊന്നുമില്ല. മോദിയെ തോൽപ്പിക്കണം. അതിനാണല്ലോ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടത്. തെരഞ്ഞെടുപ്പ് കൺവീനർ KK സുരേഷ് അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, സംസ്ഥാന സമിതി അംഗം KP ജോർജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് IS, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് CR, TC ബിജു, സ്ഥാനാർത്ഥി ചിന്നു സജീഷ് എന്നിവർ സംസാരിച്ചു. മാളാപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഗ്രാൻഡ് പേരന്റ്സ് ഡേ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കുർബാന, വിനോദ പരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെയിൽ കൊണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് തണലുണ്ടായത് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെല്ലാം വെയിലാണ് ഞങ്ങളുടെ തണലെന്ന് ശരിക്കും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സുവിശേഷ സന്ദേശ മധ്യേ പറഞ്ഞതുപോലെ പ്രായം അതൊരു നമ്പർ മാത്രമായിട്ട് എടുത്താൽ മതി. മനസ്സിലൊരു ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കട്ടെ. പ്രധാന വാർത്തകൾ വീണ്ടും. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവനൊടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘയാണ് മരിച്ചത്. വെള്ളാങ്കല്ലൂർ വള്ളിവട്ടത്ത് വീട്ടുപറമ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. കോഴിക്കാട് കൊല്ലംപറമ്പിൽ അശോകന്റെ പറമ്പിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. MDMAയുമായി സ്കൂബ ഡൈവർ പോലീസ് പിടിയിൽ. ചേർപ്പ് പെരുമ്പിളിശ്ശേരി വള്ളിയിൽ ശ്യാമിനിയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.